എല്ലാവർക്കും നമസ്കാരം. നാരായണീയം 9ാം ദശകത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് ബ്രഹ്മാവ് ഒരു കഠിന തപസ്സിലേക്ക് പോയത് നമ്മൾ കണ്ടു. അപ്പോ ആ 100 ദിവ്യവർഷത്തെ തപസ്സിനു ശേഷം ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ചോദ്യം. 100 ദിവ്യവർഷങ്ങൾ, അത്രയും നീണ്ട കഠിനമായ തപസ്. അതിന്റെ ഫലമായി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് മുന്നിൽ തെളിഞ്ഞുവന്ന ആ ദിവ്യദർശനം എന്തായിരിക്കും? നമുക്ക് ഈ യാത്രയിൽ ഒരുമിച്ച് കണ്ടെത്താം. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ബ്രഹ്മാവിന്റെ ആ 100 വർഷത്തെ തപസ്സിൽ നിന്നും തുടങ്ങും. പിന്നെ ഭഗവാന്റെ ആ മനോഹരമായ രൂപം കാണും. തുടർന്ന് ബ്രഹ്മാവിന്റെ സ്തുതിയും ഭഗവാന്റെ അനുഗ്രഹവും, ഒടുവിൽ എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കും. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ബ്രഹ്മാവ് എന്തിനാണ് ഈ കഠിനമായ തപസ്സിലേക്ക് കടന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാമല്ലേ? അപ്പോ എന്തായിരുന്നു സംഭവിച്ചത്? താൻ എവിടെ നിന്നാണ് വന്നത്? ഈ താമരയുടെ ഉറവിടം എവിടെയാണെന്നറിയാൻ വേണ്ടി ബ്രഹ്മാവ് ആ താമരത്തണ്ടിലൂടെ താഴേക്ക് ഒരു യാത്ര പോയി. പക്ഷെ അതൊരു ചെറിയ യാത്രയല്ലായിരുന്നു, 100 ദിവ്യവർഷം നീണ്ടുനിന്നൊരു യാത്ര. എന്നിട്ടും ആ ഉറവിടം കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം നിരാശനായില്ല. തിരിച്ച് ആ താമരയിൽ തന്നെ വന്നിരുന്ന് എല്ലാത്തിനും കാരണമായ ആ പരമമായ ശക്തിയെ ദർശിക്കാനായിട്ട് മനസ്സ് മുഴുവൻ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. 100 ദിവ്യവർഷത്തെ തപസ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കഠിനമായ ഏകാഗ്രമായ തപസ് ഒടുവിൽ ഫലം കണ്ടു. ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ തെളിഞ്ഞുവന്ന ആ അനിർവചനീയമായ രൂപത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ദശകം 9, ശ്ലോകം 6. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കലായകുസുമപ്രഭും ഗലതലോല്ലസത് കൗസ്തുഭം വപുസ്തതൈ ഭാവയേ കമലജന്മനേ ദർശിതം. അപ്പൊ ബ്രഹ്മാവ് തന്റെ ഉള്ളിൽ കണ്ട ആ രൂപം, അത് നമുക്കൊന്നും സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തൊരത്ഭുത രൂപമായിരുന്നു. തിളങ്ങുന്ന സ്വർണ്ണ കിരീടം, കൈകളിൽ കടകങ്ങൾ, കഴുത്തിൽ ഹാരങ്ങൾ, തോളിൽ കേയൂരങ്ങൾ, പിന്നെ രത്നങ്ങൾ പതിച്ചൊരു അരഞ്ഞാണം. അതോടൊപ്പം മഞ്ഞ പട്ടാടിയം ധരിച്ചിരിക്കുന്നു. ശരീരത്തിന് കായപ്പൂവിന്റെ ഒരു പ്രത്യേകതരം നീലനിറമാണ്. കഴുത്തിലാണെങ്കിൽ കൗസ്തുഭം എന്ന രത്നം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായൊരു രൂപമായിരിക്കും അത്. ഈ ഒരു രൂപമാണ് ബ്രഹ്മാവിന് തന്റെ തപസ്സിന്റെ ഫലമായി ദർശിക്കാൻ സാധിച്ചത്. ആ ദിവ്യദർശനത്തിൽ മതിമറന്ന ബ്രഹ്മാവ് പിന്നെ എന്തു ചെയ്തു? അദ്ദേഹം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. തന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ശക്തിക്കായി അദ്ദേഹം യാചിച്ചു. ആ സംഭാഷണം നമുക്ക് കേൾക്കാം. ദശകം 9, ശ്ലോകം 7. ശ്രുതിപ്രകര ദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയപ്രഭോ പദമുപൈഷ്യധിഷ്ഠ്യ ദൃശോ കുരുഷ്വധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠ ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമ പാഹിമാം. ബ്രഹ്മാവ് ഭഗവാനോട് പറയുകയാണ്, ഹേ ഭഗവാനെ, വേദങ്ങൾക്ക് പോലും പൂർണ്ണമായി വർണ്ണിക്കാൻ കഴിയാത്തത്ര മഹത്വമുള്ളവനെ, അങ്ങേക്ക് ജയം. എന്റെ എന്തൊരു മഹാഭാഗ്യമാണ്, അങ്ങെന്റെ കൺമുന്നിൽ പ്രത്യക്ഷനായല്ലോ. ഇനി ഒരൊറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എനിക്ക് ഈ ലോകം സൃഷ്ടിക്കാനുള്ള കഴിവ് നൽകി എന്റെ ബുദ്ധിയെ അനുഗ്രഹിക്കണമേ. എത്ര വിനയത്തോടെയാണ് സൃഷ്ടികർത്താവ് തന്റെ കർത്തവ്യത്തിനായി അനുഗ്രഹം ചോദിക്കുന്നതെന്ന് നോക്കൂ. ദശകം 9, ശ്ലോകം 8. ലഭസ്വഭുവനത്രയേ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരുത്തപശ്ച ഭൂയോ വിധേ ഭവത്വഖിലസാധനീ മയീ ച ഭക്തിരത്യുത്കടേ ത്യുദീര്യഗിരമാദധാമുദിതചേത സംവേദസം. 8. ഭഗവാന്റെ മറുപടി വളരെ സ്നേഹത്തോടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ ബ്രഹ്മാവേ, വിഷമിക്കണ്ട. 3 ലോകങ്ങളെയും ഒരു കുറവുമില്ലാതെ സൃഷ്ടിക്കാനുള്ള പൂർണ്ണമായ കഴിവ് നിനക്ക് ലഭിക്കട്ടെ. എന്റെ അനുഗ്രഹം നീ സ്വീകരിക്കുക. പക്ഷെ ഒരു കാര്യം, നീ വീണ്ടും തപസ്സനുഷ്ഠിക്കണം. എന്നിലുള്ള തീവ്രമായ ഭക്തിയുണ്ടെങ്കിൽ നിനക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സാധിക്കാൻ കഴിയും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മാവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. നോക്കൂ, സൃഷ്ടിക്കാനുള്ള കഴിവിനൊപ്പം ഭക്തിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും വ്യക്തമായ നിർദ്ദേശവും ലഭിച്ചു. ഇനി ബ്രഹ്മാവ് തന്റെ മഹത്തായ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? അതാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ദശകം 9, ശ്ലോകം 9. ശതം കൃതതപാസ്തതഃ സകലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ
ഭവത് ബലവിജൃംഭിതഃ പവനപാധസി പീതവാൻ. 9. ഭഗവാന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച് ബ്രഹ്മാവ് വീണ്ടും 100 ദിവ്യവർഷം തപസ്സനുഷ്ഠിച്ചു. അതിലൂടെ അദ്ദേഹത്തിന് മുൻപത്തേക്കാൾ 10 മടങ്ങ് തപോബലവും ബുദ്ധിശക്തിയും ലഭിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പ്രളയജലത്തിൽ ശക്തമായ കാറ്റടിച്ച് താനിരിക്കുന്ന താമര ഇളകുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ഭഗവാൻ നൽകിയ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ കാറ്റിനെയും വെള്ളത്തെയും അങ്ങ് പാനം ചെയ്തു. അതോടെ എല്ലാം ശാന്തമായി. സൃഷ്ടി തുടങ്ങാൻ വേണ്ട ഒരു തളം ഒരുക്കുകയായിരുന്നു അദ്ദേഹം. ദശകം 9 ശ്ലോകം 10. തവ ഇവ കൃപയാ പുനഃസരിജേന തേനൈവ സപ്രഗൽഭ്യ ഭുവനത്രയീം പ്രവൃവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭാരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബ്രഹ്മാവ് ചെയ്തതെല്ലാം, ആ കഠിനമായ തപസ്സും ശക്തിയാർജിക്കലും അവസാനം നടന്ന ലോകസൃഷ്ടിയും, ഇതെല്ലാം സാധ്യമായത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ടു മാത്രമായിരുന്നു. ആ താമരയിൽ നിന്നുതന്നെ അദ്ദേഹം 3 ലോകങ്ങളെയും സൃഷ്ടിച്ചു, തുടർന്ന് ജീവജാലങ്ങളെയും. അങ്ങനെയുള്ള കാരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ദയാപൂർണമായ കടാക്ഷങ്ങളാൽ എന്നെ വേഗം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത്. ബ്രഹ്മാവിന് ഭഗവാൻ ജ്ഞാനം നൽകിയതുപോലെ നമ്മുടെ പൂർവികർ നമുക്കായി കരുതിവെച്ച അമൂല്യമായ അറിവുകൾ പങ്കുവയ്ക്കുക എന്നതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. അതിനെക്കുറിച്ചാണ് അടുത്തതായി പറയാനുള്ളത്. ഇത് കണ്ടതിന് ഒരുപാട് നന്ദി. ഈ ജ്ഞാനകോശ് എന്ന് പറയുന്നത് ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ആത്മീയ ജ്ഞാനം പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ പ്രമുഖ ഭാഷകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല്, സനാതനധർമ്മത്തിന്റെ അമൂല്യമായ നിധികൾ വളരെ ലളിതവും വ്യക്തവും അർത്ഥപൂർണവുമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ പ്രഭാഷണങ്ങൾ, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ കഥകൾ, പിന്നെ ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ദൈനംദിന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇവയെല്ലാം തന്നെ 1-ലധികം ഭാഷകളിൽ ലഭ്യമാണ്. ഞങ്ങളുടെ ഈ ഉള്ളടക്കം നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ ദയവായി ജ്ഞാനകോശ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ദൈനംദിന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ദിവ്യമായ അറിവ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമൂഹവുമായും പങ്കുവെക്കാനും മറക്കരുത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ പ്രകാശം കെടാതെ സൂക്ഷിക്കാം. നന്ദി.